വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു കേസീസ് ക്ലാസ്സസ്. കേസീസ് ക്ലാസ്സസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. റിവാലുവേഷന് കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ മെജോറിറ്റി കുട്ടികൾ റിസൾട്ട് വന്നതിന് ശേഷം നല്ല മാർക്സ് അല്ല എങ്കിൽ റിവാലുവേഷൻ പ്രൊസീജിയറിലോട്ട് പോയി പൈസ കളയേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതിൽ മെജോറിറ്റി കുട്ടികൾ ചോദിക്കുന്ന രീതി ഇതാണ്. ഫ്രണ്ട്സ് ഒക്കെ പറയുന്നു അവർ ഇതിനേക്കാൾ മുമ്പ് റിവാലുവേഷന് കൊടുത്തിട്ട്, എസ്പെഷ്യലി സീനിയർ സ്റ്റുഡൻസ് റിവാലുവേഷന് കൊടുത്തിട്ട് മാർക്കൊന്നും കൂടിയിട്ടില്ല. സോ വെറുതെ കാശുള്ളത് കളയേണ്ട ആവശ്യമില്ല, റിവാലുവേഷന് പോകണ്ട. സോ എന്താണ് ചെയ്യേണ്ടത്? സോ ഇതിനുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA അതുപോലെ തന്നെ MCom MBA എല്ലാ കോഴ്സസിനും ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിന്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരമുണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. അപ്പം നമ്മുടെ അടുത്ത് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾക്ക് എക്സാം റിസൾട്ട് പബ്ലിഷ് ചെയ്തതിന് ശേഷം നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു മാർക്കാണ് വന്നിട്ടുള്ളതെങ്കിൽ നെക്സ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിവാലുവേഷന് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. 3 കാര്യങ്ങളാണ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുക. നമ്പർ 1 സ്ക്രൂട്ടിനി, സൂക്ഷ്മ പരിശോധന എന്ന് പറയും. നമ്പർ 2 എന്ന് പറയുന്നത് റിവാലുവേഷൻ, ആക്ച്വൽ എന്താണ് നിങ്ങളുടെ പേപ്പർ ഒന്നും കൂടിയും വാല്യൂ ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണത്. ദെൻ നമ്പർ 3 എന്ന് പറയുന്നത് ഫോട്ടോ കോപ്പിക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ പേപ്പർ നിങ്ങൾക്ക് ഫോട്ടോ കോപ്പി ആയിട്ട് ലഭിക്കും. ഈ 3 കാര്യങ്ങളാണ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ഇതിനേക്കാൾ മുമ്പ് നിങ്ങൾ പലരും ഈ പറഞ്ഞ അപവാദങ്ങൾ യൂണിവേഴ്സിറ്റീനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ടീച്ചേഴ്സ് പ്രോപ്പറായിട്ട് അത് വാല്യൂ ചെയ്യില്ല എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അതിൽ ചിലപ്പോൾ 10% ഒക്കെ ചിലപ്പോൾ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. ബട്ട് അങ്ങനെ പ്രശ്നങ്ങൾ കൂടി കഴിഞ്ഞ അക്കാഡമിക് ഇയറിൽ ഉണ്ടായിട്ടുള്ള ഒരു സംഭവം, ഫറൂഖ് കോളേജിൽ ഉണ്ടായിട്ടുള്ള ഒരു കുട്ടിയുടെ ഒരു സംഭവത്തിന് ശേഷമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നിയമം യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന് വന്നേ. അതെന്താന്നുള്ളത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടിയും വായിക്കുകയാണ്. ഇതാണ് ആ ഒരു ചേഞ്ച് എന്ന് പറയുന്നത്. പരീക്ഷാഫല പ്രസിദ്ധീകരണത്തിന് ശേഷം ഉത്തരക്കടലാസുകളുടെ സൂക്ഷ്മ പരിശോധനയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ക്രൂട്ടിനി മാർക്കിൽ മാറ്റം കണ്ടെത്തിയാൽ ചീഫ് എക്സാമിനർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരാണോ ഇതിൻ്റെ എന്താണ് വാല്യൂ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 5 പേരുണ്ടായിരിക്കും ഒരു ഗ്രൂപ്പ്. അവർക്കൊരു ചീഫ് എക്സാമിനർ, അഡീഷണൽ എക്സാമിനർ ആയിരിക്കും മെയിനായിട്ട് വാല്യൂ ചെയ്യുക. അപ്പോൾ ചീഫ് എക്സാമിനർ, അഡീഷണൽ എക്സാമിനർ വാല്യൂ ചെയ്ത പേപ്പേഴ്സിൻ്റെ ഇത്ര പെർസെൻറ്റേജ് വാല്യൂ ചെയ്യണമെന്നുണ്ടായിരിക്കും. അപ്പോൾ ചീഫ് എക്സാമിനർ 2000 രൂപയും അഡീഷണൽ എക്സാമിനർക്ക് 3000 രൂപയും പിഴ ചുമത്തുന്നതിനും, അപ്പോൾ എന്താണ്, പരീക്ഷാഫല പ്രസിദ്ധീകരണത്തിന് ശേഷം ഉത്തരക്കടലാസുകളുടെ സൂക്ഷ്മ പരിശോധനയിൽ സ്ക്രൂട്ടിനിയിൽ മാർക്കിൽ വ്യത്യാസമുണ്ടെങ്കിൽ പിഴ ചുമത്തുന്നതിന് 2023 ഏപ്രിലിൽ പുതിയൊരു നോട്ടിഫിക്കേഷൻ യൂണിവേഴ്സിറ്റി പുറപ്പെടുവിപ്പിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, അതിനുശേഷം പുനർമൂല്യനിർണയ ഫലം അന്തിമമാകുമ്പോൾ റിവാലുവേഷൻ്റെ കാര്യങ്ങൾ കൂടി വരുമ്പോൾ 30% അല്ലെങ്കിൽ അതിൽ കൂടുതൽ മാർക്കിൻ്റെ മാറ്റം ഉണ്ടായാൽ 30%-നേക്കാൾ കൂടുതൽ റിവാലുവേഷൻ റിസൾട്ട് വന്ന് റിവാലുവേഷൻ നോക്കുന്ന സമയത്ത് മാർക്കിൽ വ്യത്യാസമുണ്ടെങ്കിൽ യഥാർത്ഥ അഡീഷണൽ എക്സാമിനറിൽ നിന്നും ചീഫ് എക്സാമിനറിൽ നിന്നും വിശദീകരണം തേടുന്നതിനും വിശദീകരണം വൈസ് ചാൻസലർ പരിഗണിച്ച് തൃപ്തികരമല്ലെന്ന് കണ്ടാൽ വീണ്ടും 2000 രൂപ അഡീഷണൽ എക്സാമിനറിൽ നിന്നും 3000 രൂപ ചീഫ് എക്സാമിനറിൽ നിന്നും പിഴ ഈടാക്കുന്നതിന് സിൻഡിക്കേറ്റ് ശുപാർശ ചെയ്യാൻ 12/4/2023 തീയതിയിൽ പരീക്ഷാ സ്ഥിരം സമിതി സൂചന പ്രകാരം തീരുമാനമെടുത്തിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ വലിയൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കണ പോലെ സിമ്പിളായിട്ടുള്ളൊരു പരിപാടിയായിട്ടുള്ള ഇപ്പോൾ വാല്യുവേഷൻ എന്ന് പറയുന്നത് നടന്നു പോകുന്നത്. വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് വാല്യുവേഷൻ നടക്കുന്നത്. ഇനി മനുഷ്യന്മാരാണ് പേപ്പർ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകളോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ
നിങ്ങൾക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിവാലുവേഷൻ, സ്ക്രൂട്ടണി അല്ലെങ്കിൽ ഫോട്ടോ കോപ്പി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. അവിടെ എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ ചേഞ്ചസ് വരികയാണെങ്കിൽ 30% റിവാലുവേഷനിലും പിന്നെ സ്ക്രൂട്ടണി ചെയ്യുമ്പോൾ അതിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഇവർക്കാണ് എന്ത് വരാ, ടീച്ചേഴ്സിനാണ് അവിടെ പിഴ വരാം. അപ്പോൾ നിങ്ങൾ കോൺഫിഡൻ്റ് ആണ്, നല്ല രീതിയിൽ എക്സാം എഴുതിയിട്ടുണ്ട്, എൻ്റെ മാർക്ക് ഇതല്ല എന്നുള്ളത് ഉറപ്പാണെങ്കിൽ നിർബന്ധമായും റിവാലുവേഷന് കൊടുത്തിരിക്കണം. നിങ്ങളുടെ മാർക്ക് കൂടും. ഇത്ര എമൗണ്ട് കൊടുത്ത് നിങ്ങൾ റിവാലുവേഷന് കൊടുത്തു കഴിഞ്ഞാൽ ആ പേപ്പർ വീണ്ടും വാല്യൂ ചെയ്തിരിക്കും. നിങ്ങൾ വിചാരിക്കണ പോലെ ആ പൈസ യൂണിവേഴ്സിറ്റി മേടിച്ച് വെച്ചിട്ട് ആ സെയിം മാർക്ക് ഇട്ട് തരുന്ന പരിപാടിയല്ല. അത് വീണ്ടും വാല്യൂ ചെയ്യും. നിങ്ങൾ എത്ര പൈസ കൊടുക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഫ്രണ്ട്സോ അല്ലെങ്കിൽ പലരും പറയുന്നത് കേട്ടിട്ട്, ചിലപ്പോൾ 5 വർഷം മുമ്പ് പഠിച്ച ആൾക്കാരൊക്കെ പറയണ കേട്ടിട്ട് റിവാലുവേഷന് കൊടുക്കാതിരിക്കരുത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 5th റിസൾട്ട് വന്നിട്ടായിരുന്നു, ഇനി 3rd MCOM വരുന്നുണ്ട്. അപ്പം എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം വീണ്ടും വീണ്ടും പറയുന്നത്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.